ഹായ് ഡിയേഴ്സ്, ഗരം മസാല പൗഡർ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാം. പക്ഷേ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ അത്ര ഗുണവും മണവും രുചിയൊന്നും അതിനുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഗരം മസാല പൗഡർ ഉണ്ടാക്കാനായിട്ട് എല്ലാം ഫ്രഷായി തന്നെ വാങ്ങിപ്പിച്ചു. 50 ഗ്രാം പെരിഞ്ജീരകം, കപ്പിലാണ് അളവെടുക്കുന്നതെങ്കിൽ അര കപ്പ്. ഇനി പട്ട, അത് 20 ഗ്രാം, കപ്പിലാണെങ്കിൽ 1/4 കപ്പ് വരും. ഗ്രാമ്പു 20 ഗ്രാം, 1/4 കപ്പാണ് വരിക. 10 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ 2 പാക്കറ്റ്, അതായത് 20 ഗ്രാം 1/4 കപ്പ്. ഇനി ഏലക്കായ 20 ഗ്രാം 1/4 കപ്പ്, അതും 10 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ പട്ടയെല്ലാം ഇത്തിരി വലിപ്പം കൂടുതലാണെന്ന് തോന്നുന്നു. നമ്മുടെ മിക്സി ജാറിൻ്റെ ബ്ലേഡ് ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ എല്ലാം ചെറുതാക്കി നമുക്കൊരു ചൂട് ചീനച്ചട്ടിയിലേക്കിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്യാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, കരിഞ്ഞു പോവും. നല്ല മണം വന്ന് തുടങ്ങും, ജീരകമെല്ലാം പൊട്ടി തുടങ്ങും. അപ്പോൾ നമുക്കതിനൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നല്ല മൊരിഞ്ഞിട്ടുണ്ട് എല്ലാം. ഇനി തണുത്ത ശേഷം നമുക്കതിനെ ഒരു മിക്സി ജാറിലേക്കിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. ഇതിലിപ്പം പെരിഞ്ജീരകം മാത്രം അര കപ്പുണ്ട്, ബാക്കിയെല്ലാം 1/4 കപ്പ്. നിങ്ങൾ ഏത് കപ്പിലാണോ എടുക്കുന്നത് ആ കപ്പിൽ തന്നെ വേണം എല്ലാ സാധനങ്ങളുടെയും അളവെടുക്കാൻ. അല്ലെങ്കിൽ പിന്നെ അത്രയും ഗ്രാംസ് കടയിൽ നിന്ന് ആ പാക്കറ്റായി വാങ്ങിച്ചാലും മതി. ഈ മസാല നല്ലപോലെ ചലിച്ച ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. ചൂടൊക്കെ ഒന്ന് മാറിയ ശേഷം നമുക്കൊരു കുപ്പിയിലാക്കി അടച്ച് വയ്ക്കാം. ഇനി ഫ്രിഡ്ജിനകത്തൊന്നും വെക്കേണ്ട, പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഗരം മസാല ഫ്രഷായി വീട്ടിലുണ്ടാക്കുമല്ലോ. താങ്ക് യു ഡിയേഴ്സ്.